ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ₹1 കൊണ്ട് നമുക്ക് എങ്ങനെ എലികളെയും പല്ലികളെയൊക്കെ തുരത്താം. അടിപൊളി കിടില സൂത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലെ ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചോറ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൈദാമാവൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ എൻ്റെ ഈ ബ്രെഡ് നല്ലപോലെ കട്ടിയായി പോയായിരുന്നു. അപ്പോൾ ആദ്യമേ നമുക്കിതൊന്ന് ശരിക്കൊന്ന് കുതിർത്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ല കുതിർന്ന് കിട്ടും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ ഈ മുളക് പൊടിയും ഈ ബ്രെഡും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വീടുകളിൽ ഡേറ്റ് കഴിഞ്ഞ ഗുളികയുണ്ടെങ്കിൽ ഏത് ഗുളികയാണെന്ന് കുഴപ്പമില്ല. അപ്പം ഞാൻ പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് എടുത്തിരിക്കുന്നത്. ആ 2 ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അന്നപ്പോൾ ഞാൻ നമ്മുടെ ആ ഗുളികയും കൂടെ പൊടിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു അടിപൊളി ഒരു സൂത്രമാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീടുകൾക്കാണ് ഷാമ്പു. ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഷാമ്പു ആണ് നമുക്കത് ₹1 ഒരു ഷാമ്പു ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷാമ്പു ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടി, അതുപോലെ ബ്രെഡിൻ്റെ ആണെങ്കിലും മുളക് പൊടിയും പിന്നെ ഇതും നമ്മുടെ ഷാമ്പു എല്ലാം കൂടെ ഈ പല്ലിയും പാറ്റായി അതുപോലെ പെഴുച്ചാരിയും ഒക്കെ വയറ്റിൽ ചെല്ലുമ്പോൾ കഴിച്ചിട്ട് വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതുങ്ങളുടെ വയറ് വല്ലാണ്ടങ്ങ് വീർക്കും. മൈദാമാവിൻ്റെ ഒക്കെ അല്ലേ ഈ ബ്രെഡൊക്കെ വല്ലാതെ വീർത്ത് അത് നിങ്ങൾക്ക് പരവേശമൊക്കെ എടുത്തിട്ട് ചത്തു പോകും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള എലിയും പല്ലി, പാറ്റ, അതുപോലെ ഈ ഉറുമ്പുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ സൂപ്പർ ഒരു സൂത്രമാണ് കേട്ടോ. അടിപൊളി കിടുക്കാച്ചി സൂത്രമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഒരു തുണി കഷ്ണമാണ്. ഈ പല്ലിക്കും പാറ്റയ്ക്ക് എലിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടം തുണിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ പുതിയ തുണി ആരും എടുക്കരുത്. പുതിയ തുണിയോ ഉള്ളെങ്കിൽ നമുക്ക് ഈ തുണി ഒന്ന് ചള്ളാക്കണം. അതായത് ഇതുപോലെ ചുരുട്ടി എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പഴയ തുണികളോടാണ് ഈ എലികൾക്കും പാറ്റകൾക്കും പല്ലികൾക്കും ഒക്കെ വളരെ ഇഷ്ടം. എന്നിട്ട് ഞാനത് ചുരുട്ടി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അത്ഭുത സൂത്രം നമ്മളിതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കണം കേട്ടോ. ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാനല്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിന് ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ വിളകി കൊണ്ടുവന്ന് ഇത് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല സൂപ്പറായിട്ട് ഇവിടെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. പപ്പടം പോലെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഉണങ്ങി ഇത് പോകരുത്. ഇപ്പം ഇതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന സൂത്രമെല്ലാം ഉണങ്ങിയിട്ട് ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് ഓരോ പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഓരോ പീസാണ് നമ്മൾ എവിടെയാണോ പല്ലി, പാറ്റ, എലിയൊക്കെ വരുന്നത് അവിടെ എല്ലാം കൊണ്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചുവട്ടിലാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലായിട്ട് എലി, പല്ലി, പാറ്റ വരുന്ന ഒരു വഴിയിൽ വെച്ചിട്ടാണ് ഇതേ രീതിയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഉറുമ്പും വരത്തില്ല, പല്ലിയും വരത്തില്ല, പാറ്റയും വരത്തില്ല. ഉറുമ്പ് ഈ സൈഡിൽ കൂടല്ലേ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു വശത്തോടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പും അവിടെ ശല്യത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, വീടിൻ്റെ പരിസരത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലൊരു ദ്വാരം ഉള്ളിടത്തല്ല, അതൊരു എലിമട പോലെ ഉണ്ടെങ്കിൽ ആ ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ ഒന്നും ഇങ്ങനെയിട്ട് യൂസ് ചെയ്യരുത്. വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം എലിമടയാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. കൈ കൊണ്ടൊന്നും ആരും ചെയ്തിട്ട് കമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പും കൊണ്ട് ഇതിങ്ങനെ ഒന്നാക്കി കൊടുക്കുക. എനിക്കൊരുപാട് കുപ്പിയാണ് കിട്ടിയത് കേട്ടോ. ഇതുപോലെ ആദ്യം ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് വെളിയിലും വെച്ച് കൊടുക്കുക. ഓരോ പീസ് ഇതേ രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പോൾ ഈ പുറത്തുള്ള ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ
മക്കളെ പെരിച്ചാരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പെരിച്ചാരികളാണ് ഇതുപോലെ വലിയ ദ്വാരമൊക്കെ ആക്കിയിടുന്നത്. അപ്പോൾ നമ്മുടെ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയൊക്കെ പെരിച്ചാരികൾ ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഇങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.